നാരായണ 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 നാരായണ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യം നമഃ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം മഹാഗണപതയേ ശരണം. സംസരസ്വത്യേ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരി പങ്കജഗദാധരമാത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണനായെന്നു തുള്ളും ഞാൻ. തുള്ളിക്കളിച്ചൻ സംസാരക്കള കള്ളികളെന്നു മായ്ക്കും ഞാൻ. ആട്ടവും കഴിഞ്ഞമ്മ തൻ മടിത്തട്ടിയിലേക്കെന്നു വീഴും ഞാൻ. ആ നാമാമ്പതൻ ശീതളാംഗത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിൽ കൂടി കേൾക്കുന്ന ഓരോ ഭക്തൻ്റെയും അവസ്ഥ വളരെ വളരെ ഭംഗിയായി. സത്യം അത് ഗുരുവായൂരപ്പൻ മാത്രമാണ് എന്നും അതിലപ്പുറം മറ്റൊരു പരമസത്യത്തെ അറിയാനോ അന്വേഷിക്കാനോ പോകേണ്ടതില്ല എന്നും ഇവിടെ പ്രഭാഷണത്തിൽ നമ്മൾ കേൾക്കുകയല്ല, ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ അത് അനുഭവിക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു മണ്ണിൻ്റെ മാഹാത്മ്യമാവാം. ഒരു പക്ഷേ മറ്റൊരു ഭാഗവത വേദിയിലും ഒരാചാര്യന് പറയാൻ സാധിക്കാത്തതും, അല്ലെങ്കിൽ മറ്റൊരു ഭാഗവത വേദിയിൽ പറയാൻ ഔചിത്യം നോക്കുന്നതും ആയിട്ടുള്ള വിഷയം പോലും ഈ സത്രവേദിയിൽ മള്ളിയൂരിലെത്തുമ്പോൾ ഓരോ ആചാര്യനും അവനവനെപ്പോലും വിലയിരുത്തി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമായി തോന്നിയിട്ടുള്ളത്. ഇതുപോലെയുള്ള വേഷവും ഇതുപോലെയുള്ള മേക്കപ്പും ഒക്കെ ധരിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പക്ഷേ ഭാഗവതഹംസം എന്ന ആ ഒരു മഹാത്മാവിൻ്റെ പുണ്യഭൂമിയിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണും വിണ്ണും മറന്ന ആ ഒരു ഭക്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള അറിവുകളാണ് ഈ ഭാഗവത കഥകളിൽ കൂടി, ഭാഗവതാമൃത സത്രത്തിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടത്. പരമസത്യത്തെ നമസ്കരിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി നമ്മളെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത് നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയിലേക്കാണ്. കാലചക്രം, പ്രാരബ്ധചക്രം
അത് പൊടിക്കാൻ ഭഗവാന്റെ കഥാമൃതത്തിനും ഭഗവാന്റെ തിരുനാമത്തിനും മാത്രമേ സാധിക്കൂ എന്നും തെളിയിച്ചുകൊണ്ട് സദാസമയവും ഹരിഗാനം ഹരികഥ മുഴങ്ങിക്കേൾക്കുന്ന പുണ്യഭൂമിയായ നൈമിഷാരണ്യം. ശൗനകാദി യോഗീശ്വരന്മാർ വിധാതാവായ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയതായ ആ ചക്രം അവർക്ക് വളരെ എളുപ്പത്തിൽ പൊടിക്കാൻ സാധിച്ചു എന്നുള്ളത് അവർ ഋഷികളായതുകൊണ്ടാണ്. ഋഷി എന്ന് വെച്ചാൽ ജ്ഞാനി എന്നർത്ഥം. അപ്പം ജ്ഞാനികളായ ബ്രഹ്മാവലോകധിഷണയുള്ളതായ ആൾക്കാർക്ക് ഈ മനുഷ്യജന്മം കിട്ടിയാൽ അവരെന്ത് ചെയ്യും? ഈ ധിഷണ ഉപയോഗിച്ച് പ്രാരബ്ധമാകുന്ന ചക്രത്തെ അങ്ങോട്ട് നിയന്ത്രിക്കും. ഈ മനുഷ്യജന്മം അതെങ്ങനെ കൊണ്ടുപോകണം, അത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് നന്നായിട്ട് അറിവുള്ളവരായിരുന്നു ഋഷീശ്വരന്മാർ. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ ഭംഗിയായിട്ട് നമുക്ക് ജീവിതയാത്ര എന്ന് വിളിക്കാൻ പറ്റുമായിരുന്നു. കാരണം എവിടുന്ന് കയറി, ഇപ്പോൾ എവിടെ എത്തി, ഇനി എവിടം വരെ എത്താനുണ്ട്, എവിടേക്കാണ് എത്തേണ്ടത്, ഈ ഒരു അറിവ് നന്നായിട്ടുള്ളവരാണ് ഈ ഋഷീശ്വരന്മാർ. പക്ഷേ പ്രാരബ്ധത്തിൻ്റെ, മായയുടെ, അജ്ഞാനത്തിൻ്റെ പലതരത്തിലുള്ള നൂലാമാലകളിൽ പെട്ടുപോയ നമ്മളെ സംബന്ധിച്ച് എവിടുന്ന് തുടങ്ങിയെന്നോ ഇപ്പോൾ എവിടം വരെ എത്തിയെന്നോ ഇനി എത്ര ദൂരം എത്തേണ്ടതുണ്ട് എന്നോ എവിടേക്കാണ് എത്തേണ്ടതെന്നോ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാനും ഇടയില്ല. അവിടെയാണ് നമുക്ക് വേണ്ടിയിട്ട് ശൗനകാദികൾ ചോദ്യം ചോദിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ഉദ്ധവാദികൾ ചോദ്യം ചോദിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് പരീക്ഷിത്ത് എന്ന ഭാഗവതം കേൾക്കാൻ ഗംഗാതീരത്തിരിക്കുന്നത്. അല്ലാതെ ശൗനകാദികൾക്കോ പരീക്ഷിത്തിനോ ഒരു ദേവഹൂതിക്കോ ഒരു ഉദ്ധവനോ ഇനിയൊരു ലക്ഷ്യത്തിലേക്ക് അറിവിൻ്റെ അല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവരുടെയൊക്കെ ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പോലും സാധിക്കാതെ എന്തിനാ ഞാൻ ജനിച്ചത്, എവിടേക്കാണ് എൻ്റെ ഈ യാത്ര എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധം പ്രാരബ്ധത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതത്തിലെ ഈ ചോദ്യങ്ങൾ. ഇവിടെ നൈമിഷീർണമായ ആ അരണ്യത്തിൽ, നൈമിഷാരണ്യത്തിൽ ഇരിക്കുമ്പോഴാണ് ശൗനകാദികൾക്ക് ഈ പറഞ്ഞ പരമജ്ഞാനം ലഭിച്ചത്. നമുക്കും ഭഗവാൻ തുറന്നു തരുന്ന നൈമിഷാരണ്യങ്ങളാണ് ഓരോ ഭാഗവത യജ്ഞവേദിയും. ഭഗവാന്റെ കഥകൾ മുഴങ്ങുന്ന, ഭഗവാന്റെ കീർത്തനങ്ങൾ മുഴങ്ങുന്ന, സജ്ജനങ്ങളെ ഭാഗവതന്മാരെ കണ്ടുമുട്ടുന്ന ഓരോ യജ്ഞ രംഗവും നൈമിഷാരണ്യം തന്നെയാണ്. ഇവിടം വരെ ഒരു പക്ഷേ പ്രാരബ്ധം തന്നെയാവും നമ്മളെ എത്തിച്ചതും. ആ പ്രാരബ്ധ ചക്രത്തെ ശൗനകാദികൾ അങ്ങോട്ട് നിയന്ത്രിച്ചപ്പോൾ നമുക്ക് പറ്റണ വ്യത്യാസം എന്താ അറിയോ? നമ്മുടെ ഈ ബ്രഹ്മാവലോകധിഷണ അത് പ്രാരബ്ധത്തിലേക്കായതുകൊണ്ട് ചക്രത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത് വിട്ട് ചക്രം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി അല്ലേ? പ്രാരബ്ധ ചക്രം ഉരുട്ടി ഇപ്പോൾ പ്രാരബ്ധ ചക്രം നമ്മളെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളല്ല തീരുമാനിക്കുന്നത്, ചക്രമാണ് തീരുമാനിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം പോകണം, ചക്രം പ്രാരബ്ധം തീരുമാനിക്കും. എപ്പോൾ സത്രത്തിന് വരണം, പ്രാരബ്ധം തീരുമാനിക്കും. ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ വേണം, പ്രാരബ്ധം തീരുമാനിക്കും. ഒക്കെ തീരുമാനിക്കുന്നത് ഈ ചക്രമാണ് അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ടി വി വാങ്ങിയിട്ടുണ്ട്. ആരുടെ കാശ് കൊണ്ടാണ് ടി വി വാങ്ങിയത്? നമ്മുടെ കാശ് കൊണ്ട്. ആരാ കറണ്ട് ബില്ലടയ്ക്കണത്? അതും നമ്മൾ തന്നെ. നമ്മൾ പൈസ കൊടുത്തു വാങ്ങിയ
നമ്മൾ കറണ്ട് ബില്ലടയ്ക്കുന്ന ടി വി അതെപ്പോൾ കാണണമെന്ന് ശരിക്കും ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം അല്ലേ? പക്ഷേ ഒരാഴ്ച നിങ്ങൾ ടി വി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക അറിയോ? ടി വി തീരുമാനിക്കും നിങ്ങളെപ്പോൾ അത് കാണണമെന്ന്. അവർ പറയും നമ്മളോട്, മറക്കാതെ കാണുക ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക്. അന്ന് 5 മണിയാകുമ്പോഴേ വിളക്കൊക്കെ കത്തിച്ച് നാമജപമൊക്കെ കഴിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ നിയന്ത്രിക്കേണ്ട വസ്തു നമ്മളെ ഇങ്ങോട്ട് നിയന്ത്രിക്കുന്നില്ലേ? ഇതൊരു ഉദാഹരണം മാത്രം. ഇതുപോലെ നമ്മൾ നിയന്ത്രിക്കേണ്ട പ്രാരബ്ധ ചക്രം നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് ആ ചക്രം നമ്മളെ വിട്ടുരുട്ടുമ്പോൾ ഭാഗവതം പറയണ ഒരു വഴി എന്താ അറിയോ? ഈ പ്രാരബ്ധവും കൊണ്ട് നേരെ പോയിക്കോള്. എവിടെ? നൈമിഷാരണ്യത്തിലേക്ക്. അസലായി. ഇവിടെ അടുത്തുള്ള സപ്താഹത്തിന് തന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പോഴാ ഈ പ്രാരബ്ധമൊക്കെ വിട്ട് നൈമിഷാരണ്യത്തിലേക്ക്. ഇവിടെയാണ് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട്, ഈ കലിയുഗവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു കാരുണ്യം തുടങ്ങിയത്. എന്താ ഭഗവാൻ ചെയ്ത കാരുണ്യം എന്നറിയോ? ഈ നൈമിഷാരണ്യത്തിൻ്റെ ഓരോ ബ്രാഞ്ചുകൾ നമ്മളുടെ സൗകര്യത്തിന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഭഗവാൻ ആരംഭിച്ചു തന്നു അല്ലേ? ഒരു ഹെഡ് ഓഫീസ്, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവുമല്ലോ. ഇവിടെ നിക്ഷേപിക്കുന്നതെല്ലാം ആ പ്രധാന ശാഖയിലേക്ക് എത്തുന്നത് പോലെ നൈമിഷാരണ്യം അതിൻ്റെ ബ്രാഞ്ചുകളാണ് എല്ലാ ഭാഗവത വേദികളും. അപ്പോൾ എവിടെ നമുക്ക് ഭാഗവതം കേൾക്കാനൊരവസരം കിട്ടുമോ, ഭഗവാനെ അറിയാൻ, ഭഗവാന്റെ കഥകളെ പാടാൻ, നാമമഹിമയെ അനുഭവിക്കാൻ അവസരം കിട്ടുമോ, അവിടെ ചെന്ന് അല്പസമയമെങ്കിലും ആവും പോലെ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി. ഈ പറഞ്ഞ കർമ്മപ്രാരബ്ധമാകുന്ന ചക്രം കുറേ അങ്ങ് പൊടിയും. ചിലപ്പോൾ ഒരു സപ്താഹം കൊണ്ടൊന്നും പൊടിഞ്ഞു എന്ന് വരില്ല അല്ലേ? ശരിക്കും ഭാഗവത് എത്ര കേൾക്കണമെന്ന് ചോദിച്ചാൽ, ശരിക്കും ഭാഗവത് എത്ര തവണ കേൾക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ തവണ കേട്ടാൽ മതി. പരീക്ഷിത്തും ശൗനകാദികളും അല്ലേ? നമ്മളിതിപ്പോൾ എത്ര കൊല്ലായി പരിപാടി തുടങ്ങിയിട്ട്. എന്തേ കാരണം എന്ന് വെച്ചാൽ, പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാൻ ഇരുന്നു. ഇപ്പോൾ പറഞ്ഞതായ ആ ഒരു പ്രാർത്ഥന, സത്യം പരം ധീമഹി, എൻ്റെ ഈ ബുദ്ധി ഇനിയുള്ള ഈ ദിവസങ്ങൾ ഈ ഭാഗവതത്തെ വിട്ട് മറ്റൊന്നിലേക്കും ചലിക്കാത്ത വിധം ഭഗവാനിലേക്ക്, ഭാഗവതത്തിലേക്ക്, പരമസത്യത്തിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു എന്നുറപ്പിച്ചിട്ടാണ് ഭാഗവതം കേൾക്കുന്നത്. അങ്ങനെ കേട്ടാൽ ഒരു തവണ കേട്ടാൽ മതി. പക്ഷേ നമ്മളൊക്കെ സത്യം പരം ധീമഹി എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് പുറത്തേക്കെത്തി ചെരുപ്പം കിട്ടാൽ എങ്ങോട്ടൊക്കെയായി ബുദ്ധി സർക്കിട്ടിന് പോവുകയെന്ന് ഒരു പിടിയില്ല. പുറത്തേക്കൊന്നും എത്തണ്ട. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ കണ്ണുമിഴിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഈ കോട്ടയം ജില്ലയിൽ എവിടെയല്ല ഉള്ളതെന്നറിയാം. അപ്പോൾ നമ്മുടെ മനസ്സ് എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു പക്ഷേ ഈ ഭാഗവതത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നില്ല. എങ്കിലും സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ പറയണത് എന്താ അറിയോ? നിങ്ങൾ സാധിക്കണില്ലല്ലോ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. എന്ത് ചെയ്യുക? കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിന് ഭാഗവതത്തെ, ഭഗവാന്റെ കഥകളെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഇരുണ്ടാലും പുറത്തേക്ക് പോണ മനസ്സ് വാസുദേവ കഥാരുചി. കുറേ കാലം കഴിയുമ്പോൾ ഭഗവാന്റെ കഥകളിൽ ഒരു ടേസ്റ്റ്, ഒരു രുചി നമ്മുടെ മനസ്സിനങ്ങ് വരാൻ തുടങ്ങും. അന്യത്രസ്യാരതിക്കുചിൽ, മറ്റൊരു കഥയിൽ നിന്നും കിട്ടാത്ത എന്തോ ഒരു സ്വാദ് ഭഗവാന്റെ കഥകളിലുണ്ട്
എന്ന് നമ്മുടെ മനസ്സങ്ങ് മനസ്സിലാക്കിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കണില്ലെങ്കിലും മനസ്സ് ഇവിടേക്ക് വന്നോളും. ആദ്യം ശരീരം കൊണ്ട് നമ്മൾ വന്നാലും മനസ്സ് ചെരുപ്പ് വച്ചതുപോലെ പുറത്ത് നിൽക്കുക. വലിച്ചാലും ഇങ്ങോട്ട് വരണില്ല. കുറച്ചു കാലം കഴിഞ്ഞ് ഭാഗവതം കേട്ട് ഒരു വേദിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ പുറത്തെത്തിയാലും മനസ്സ് അല്ലേ. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഇതാണല്ലോ, ഇങ്ങനെ വലിക്കണ ഒരു പാട്ട്. ഇങ്ങനെ വലിച്ചാലും മനസ്സ് ഭാഗവതത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരില്ല. ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തിക്കഴിഞ്ഞാലോ ക്രമേണ ശൗനകാദികളായി, അവിടുന്നും ഉയർന്ന് വ്യാസമഹർഷിയായി, അവിടുന്നും ഉയർന്ന് പരീക്ഷിത്തായി, ഭാഗവതം മാത്രം കേൾക്കുന്ന, ഭാഗവതത്തെ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ. പരീക്ഷത്തിൻ്റെ മുൻപിൽ എത്ര ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നറിയോ? പരീക്ഷത്തിൻ്റെ മുൻപിൽ എത്ര ഓഫറുകൾ ഉണ്ടായിരുന്നു എന്നറിയോ? യാഗം ചെയ്യുന്ന ആചാര്യന്മാർ വന്നിട്ട് പറഞ്ഞു, പരീക്ഷത്തെ നമുക്ക് ഇന്ന് തന്നെ ആരംഭിക്കാം. 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസം കണ്ട് കഴിയുന്നൊരു യാഗമുണ്ട്. ആ യാഗം ചെയ്താൽ അങ്ങയ്ക്ക് വേണ്ട ഡെപ്പോസിറ്റ് പുണ്യമൊക്കെ കിട്ടും. ദേവേന്ദ്രൻ്റെ ഒപ്പം പോയിട്ട് ദേവലോകത്ത് പോയിട്ട് സുഖമായിട്ട് അമൃതമൊക്കെ കഴിച്ച് കഴിയാം. യോഗാസനം പഠിപ്പിക്കുന്ന ആൾക്കാർ പരീക്ഷത്തിൻ്റെ മുൻപിൽ വന്നിട്ട് ഓഫർ വെച്ചു. 7 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ 6 ചക്രമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞ് ഈ സഹസ്രാരപത്മവും പൊട്ടിച്ച് അങ്ങയുടെ ജീവനെ ബ്രഹ്മപദത്തിലേക്ക് എത്തിച്ചോളാം. ഇത്രയൊക്കെ എന്തിന്? ദേവേന്ദ്രൻ പോലും കയ്യിൽ കുറച്ച് അമൃതിൻ്റെ കുപ്പിയും കൊണ്ട് വന്നു അത്രേ. എന്ത്? ഇത് പരീക്ഷത്തെ അങ്ങ് കഴിക്കൂ. എന്നിട്ട് ഈ ശുഗബ്രഹ്മ ഋഷിയെ ഒരു 7 ദിവസത്തേക്ക് ഞങ്ങൾക്കൊന്ന് വിട്ടുതരുമോ? എന്തിന്? നയത്ര വൈകുണ്ഠകഥാസുധാപക ന സാധവോ ഭാഗവതാത്തതാശ്രയ ദേവാനാം അഭിദുർലഭ. ദേവന്മാർ പോലും ഓഫർ വെച്ചു പരീക്ഷത്തിൻ്റെ മുൻപിൽ. അവസാനം എന്തേ ഉണ്ടായത്? ഗായത വിഷ്ണുഗാഥ. ഈ പറഞ്ഞ അമൃതോ യാഗമോ യോഗമോ ധ്യാനമോ തപസ്സോ ഇതൊന്നുമല്ല വേണ്ടത്. എനിക്ക് ഭഗവാന്റെ കഥ കേട്ടാൽ മതി, ഭഗവാന്റെ കഥ കേട്ടാൽ മതി. അത്തരത്തിൽ നമ്മുടെ മനസ്സിന് ഈ ഭഗവത് കഥകളോട്, ഭാഗവതത്തോടൊരു പ്രേമം അതുണ്ടാവാൻ ഒരു പക്ഷേ ഭഗവാനും ഭാഗവതവും ഭാഗവതനും ഒരുപോലെ ചൈതന്യമായി വിളങ്ങുന്ന ഈ പുണ്യഭൂമി പോലെ മറ്റൊരു സ്ഥലം ലോകത്തിലുണ്ടാവില്ല. ഏതായാലും നൈമിഷാരണ്യ പുണ്യക്ഷേത്രത്തിലെ ലോകനന്മയ്ക്കു വേണ്ടിയിട്ടുള്ള ശൗനകാദികളുടെ മഹാസത്രവേദിയിൽ ഉഗ്രശ്രവസ് എന്ന ഭാഗവതോത്തമനായ ആചാര്യനെ സ്വീകരിച്ചിരുത്തി വേദം പഠിക്കണം എന്നുണ്ട്, ഇതിഹാസം മുഴുവനൊന്ന് വായിക്കണം എന്നുണ്ട്, പുരാണങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്, ഉപനിഷത്തുകളൊക്കെ ഒന്ന് മനനം ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇതിനൊന്നുള്ള ആയുസ് കലിയുഗവാസികൾക്ക് ഉണ്ടാവണമെന്നില്ല. ഒരു വേദം പഠിക്കാൻ തന്നെ ഒരു മനുഷ്യായുസ് കൊണ്ട് വിഷമമാണ് എന്നിരിക്കെ 4 വേദങ്ങളും 18 പുരാണങ്ങളും 100-ലധികം ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും ഒക്കെ പഠിച്ചെടുക്കാൻ കലിയുഗവാസികളായ ആൾക്കാർക്ക് പ്രായേണ അല്പായുസ്സുക്കളായ ഞങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടത്? സർവവേദേതിഹാസാനാം സാരം സമുദ്ധൃതം. ഇതിഹാസങ്ങളുടെ ആ കടഞ്ഞെടുത്ത ഒരു സാരമുണ്ടാവുമല്ലോ, ഒരു നീരുണ്ടാവുമല്ലോ. ഇത്ര വലിയ കരിമ്പ, ആ വലിയ കരിമ്പിനെ മിഷ്യനിലിട്ട് 2, 3, 4, 5 അവസാന ആ കരിമ്പിൻ്റെ ചണ്ടി മാത്രം കളഞ്ഞ് അതിൻ്റെ സാരം നമുക്ക് എടുത്തു തരണില്ലേ? അതുപോലെ ഈ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും ഉപനിഷത്തുക്കളെയും ഒക്കെ
ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ഒരു സാരം ഞങ്ങൾക്കങ്ങ് തരികയാണെങ്കിൽ അത് ഞങ്ങളെപ്പോലെയുള്ള കലിയുഗവാസികൾക്ക്, അല്പായുസ്സുക്കൾക്ക്, മന്ദന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, മന്ദമതികളായിട്ടുള്ള ആൾക്കാർക്ക് ഭാഗ്യമായിട്ട് തീരും എന്ന് ശൗനകാദികൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഭാഗവതത്തെ പറയാനായി പുറപ്പെടുന്നത്. എന്തിനാ ഇത്രയും അവതാരങ്ങൾ? എന്തിനാ ഇത്രയും തരത്തിലുള്ള വിധത്തിലുള്ള ആചാരങ്ങൾ? എന്തിനാ ഇത്രയും ശാസ്ത്രങ്ങൾ? എന്തിനാ ഇത്രയും പുരാണങ്ങൾ? എന്തിനാ തപസ്? എന്തിനാ ധ്യാനം? എന്തിനാ യോഗങ്ങൾ എന്നൊക്കെ ചോദിച്ചതിന് മറുപടിയായ സൂതൻ പറഞ്ഞത് വാസുദേവ പരാ വേദ വാസുദേവ പരം തപഃ വാസുദേവ പരം ജ്ഞാനം. ഈ പറഞ്ഞ തപസ്സും യോഗവും ജപതപസ്വാധ്യായാദികളെല്ലാം വാസുദേവ പരാഗതി. നമുക്കൊക്കെ ആത്യന്തികമായ ഗതി വാസുദേവനിലാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. നേരത്തെ പറഞ്ഞ യാത്ര, ആ യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഭാഗവതത്തിൻ്റെ ലക്ഷ്യവും ലക്ഷണവുമാണ് ആശ്രയം എന്നുള്ളത് അല്ലേ? ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. മറ്റുള്ളതായ 9 ലക്ഷണങ്ങളെയും പാടി മഹാപുരാണ ലക്ഷണമായിട്ടുള്ള ആശ്രയം എന്നുള്ളതിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. ആശ്രയം ഈ പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദം തന്നെ എന്ന് ബോധ്യമാവും. അതിലേക്ക് എത്തിക്കാൻ നമ്മളുടെ സൗകര്യത്തിന് പലവിധത്തിലുള്ള യോഗോപാസനകൾ, നമ്മളുടെ സൗകര്യത്തിന് പലവിധത്തിലുള്ള പുരാണങ്ങൾ, നമ്മളുടെ സൗകര്യത്തിന് പലവിധത്തിലുള്ളതായ യജ്ഞങ്ങൾ, ദാനം, തപസ്, ഇതിനൊക്കെ ലക്ഷ്യം വാസുദേവ പാദത്തിലേക്ക് ഭക്തി ഉണ്ടാവുക, വാസുദേവനാണ് ആശ്രയം എന്ന് ബോധ്യമുണ്ടാവുക. ഇതിനാണ്. അല്ല, ഇതിനിപ്പോൾ ഈ തപസ്സും ഹോമവും സ്വാധ്യായമൊക്കെ വേണ്ടേ? ഒരു തപസ് അത് ചെയ്യാനുള്ള യോഗ്യത നേടാൻ തന്നെ എത്രയോ കാലം വേണം. ഒരു യോഗം, ആ യോഗസിദ്ധി, യോഗോപാസന ചെയ്യണമെങ്കിൽ തന്നെ അല്ലേ, എന്തിന് ഇരിക്കാൻ തന്നെ ഒന്ന് പഠിക്കാനുണ്ട് എന്ന്. ഇരിക്കാൻ തന്നെ പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ ഇരിപ്പ് അല്ലേ, ഇപ്പോൾ ഒരു കസേര മതി. കുറച്ച് കഴിഞ്ഞാൽ ഒരു കസേരയും കൂടി മുമ്പിലുണ്ടെങ്കിൽ കാല അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ 2 കസേര ഇപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെയാണ് ഇരിക്കേണ്ടത് തന്നെ ഒരു പിടുത്തള്ളിയാണ്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഈ ഇരിപ്പിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇരിക്കണത് ഇളകിയാൽ, ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് പാത്രം ഇളക്കിയാൽ എന്താ ഉണ്ടാവുക? വെള്ളം ഇളകില്ലേ? അപ്പം നമ്മുടെ ഇരിപ്പ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഒക്കെ ഒന്ന് ഇളകിപ്പോവും. അപ്പോൾ ഈ യോഗോപാസന ചെയ്യണമെങ്കിൽ, ആദ്യം ധ്യാനം ചെയ്യണമെങ്കിൽ ഒക്കെ ഇരിക്കാൻ തന്നെ പഠിക്കാനുണ്ട്. അപ്പം ഇരിക്കാൻ പഠിക്കണം. വേദങ്ങൾ അതിൻ്റെ സാരമറിയണമെങ്കിൽ അതിനുള്ള അറിവുണ്ടാവണം, പാണ്ഡിത്യം ഉണ്ടാവണം. ഇതൊന്നും വേണ്ട. എന്നാൽ ഇതിൻ്റെ എല്ലാം ഫലം നൽകുന്ന എന്തെങ്കിലും ഉണ്ടോ? അവിടെയാണ് ശ്രീമദ് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുന്നത്. ഭാഗവതത്തെ കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കുക. എങ്ങനെ ഇരിക്കേണ്ടത് ഭാഗവതം കേൾക്കാൻ? എങ്ങനെ ഇരിക്കേണ്ടത് ഭാഗവതം കേൾക്കാൻ? എങ്ങനെയെങ്കിലും ഇരുന്നോളൂ, കേട്ടാൽ മതി അല്ലേ? ഒരു തരത്തിലുള്ളതായ യോഗ്യതകളും ഒരു തരത്തിലുള്ളതായ നിഷ്ഠകളും നിങ്ങളോട് ഭാഗവത അവകാശപ്പെടുന്നതേയില്ല. ഇന്ന പാണ്ഡിത്യം വേണമെന്നോ, ഇന്ന കുലത്തിൽ പിറക്കണമെന്നോ, ഇന്ന തരത്തിലുള്ള യോഗ പദ്ധതികളിൽ അംഗമാകണമെന്നോ, ഇന്ന തരത്തിലുള്ളതായ ജപം ചെയ്യണമെന്നോ ഒരു നിഷ്ഠയുമില്ലാതെ ഈ 2 കാതുകൾ അത് തയ്യാറാണോ? ഈ 2 കാതുകൾ ഭഗവാന്റെ കഥകളെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? എങ്കിൽ സദാസേവ്യ സദാസേവ്യ ഭാഗവതത്തെ ഒഴിച്ചു കൊടുക്കൂ. ആ ഭാഗവത മാധുര്യം
ഭാഗവതത്തിന് ഈ മധുരം ഉണ്ടായത് എവിടുന്ന, എങ്ങനെയുണ്ടായത് എന്നാണെങ്കിൽ ശ്രീനാരായണ വക്ത്രപത്മഗളിത യാ ബ്രഹ്മലോകേനുത. അത് മധുരമധുരമായ ഭഗവാന്റെ ഉള്ളിൽ നിന്നുണ്ടായത് അല്ലേ? ആനന്ദരൂപനായ ഭഗവാന്റെ ഉള്ളിൽ നിന്നൊരു വസ്തു പുറത്തേക്ക് ഇറങ്ങിയാൽ, ഉള്ളിൽ നിന്നൊരു സാധനം പുറത്തേക്ക് വന്നാൽ അത് എത്ര മധുരമായിരിക്കും. ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥമാണ്, ഭഗവാന്റെ പാദം തഴുകിയ തീർത്ഥമാണ് ഗംഗ. ആ ഗംഗ എന്നുള്ളതായ നദിയുടെ മാഹാത്മ്യം നമ്മൾ എത്ര പാടണം, എത്ര പറഞ്ഞാൽ തീരും. ഇപ്പോഴത്തെ ഒരു മഹാകുംഭമേള എന്ന ഭാവത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കോടിക്കണക്കിന് ഭക്തന്മാർ വന്ന് ആ പുണ്യതീർത്ഥത്തെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും ആവാഹിക്കുമ്പോൾ അവരെയൊക്കെ ശുദ്ധീകരിക്കുന്നു. സാ പാവയന്തി സദാ. ഗംഗ എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ തിരുമുഖത്ത് നിന്നൊഴുകിയ ഭാഗവത ഗംഗയ്ക്ക് ശക്തി കുറയോ? ആ ഭഗവാന്റെ തിരുമുഖത്തു നിന്നും ബ്രഹ്മാവിനും ബ്രഹ്മാവിൽ നിന്ന് ശ്രീനാരദ മഹർഷിക്കും നാരദര് വേദവ്യാസനം ഉപദേശിച്ചതായ ഭാഗവതത്തിന് മഹാത്മ്യമോ മാധുര്യമോ ഒട്ടും കുറയില്ല. തൽപാദസലിലം യഥാ എന്ന് ശുഖബ്രഹ്മഋഷി പോലും ഗംഗയെപ്പോലെ തന്നെ ഭാഗവതം എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ എങ്ങനെയാ വേദവ്യാസൻ്റെ ഹൃദയത്തിലേക്ക് ആ ഭാഗവത കഥാഗംഗ ഒഴുകിയെത്തിയത് എന്നാണെങ്കിൽ, ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ചാതപരാശരാൽ യോഗി വാസവ്യാം കലയാഹരേ. ലോകത്തിൽ ധർമ്മത്തെ വേണ്ടതുപോലെ സ്ഥാപിക്കാൻ സർവവിധത്തിലും പരിശ്രമം ചെയ്തു വ്യാസമഹർഷി. അതിനാദ്യം അദ്ദേഹം ചെയ്തത് വേദോഖിലോ ധർമ്മമൂലം, ധർമ്മത്തിൻ്റെ അടിവേര് അത് വേദമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേദത്തെ, അറിവിനെ ലോകത്തിന് വേണ്ടതുപോലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ നാലായി പകുത്ത് നൽകി. അങ്ങനെ വ്യാസൻ വേദവ്യാസനായി. പക്ഷേ വേദം അതിനെ മനസ്സിലാക്കാനും അതിനെ ചിന്തിക്കാനും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് എത്താനുമുള്ള കഴിവും സംസ്കാരവും ലോകത്തിലെല്ലാവർക്കും ഒരുപോലെ ഇല്ല എന്നു മനസ്സിലാക്കിയപ്പോൾ സംസാരിണാം കരുണയാക വേദവ്യാസൻ വീണ്ടും നമ്മളോടുള്ള കാരുണ്യം കൊണ്ട്. കാരണം ഭഗവാൻ ഈ ഒരു ഭാഗവതത്തെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? മറ്റൊന്നിനുമല്ല, കാരുണ്യാൽ സംപ്രകാശിതം. ഭഗവാൻ ഒരു കരുണ തോന്നിയത്രേ. ഭഗവാൻ ആദ്യം ബ്രഹ്മാവിനോട് പറഞ്ഞു സൃഷ്ടിച്ചോളൂ. അപ്പോഴാണ് ഭഗവാന് തോന്നിയത്, അല്ല, ഈ സൃഷ്ടിയിൽപ്പെട്ട ജീവന്മാർക്ക്
അപ്പം ആ കാരുണ്യം വേദവ്യാസന് ഈ ലോകത്തോടും വേണം. ബ്രഹ്മാവിന് ആ കാരുണ്യം തോന്നിയത് കൊണ്ടാണ് തൻ്റെ മുൻപിൽ വന്ന് അച്ഛൻ ആരെയാ ധ്യാനിക്കണത്, ആരെയാ അച്ഛൻ ഇത്ര വലിയ കേഹമായിട്ട് കണ്ണടച്ചിരുന്ന് തപസ് ചെയ്യണത് എന്ന് ചോദിച്ചപ്പോൾ ചോദ്യം ചോദിച്ച നാരദരോട് വേദവ്യാസന് തോന്നിയതും അതേ കാരുണ്യമാണ്. ആ കാരുണ്യമാണ് വ്യാസമഹർഷിയിൽ നിന്ന് ബ്രഹ്മാവ് നാരദർക്ക് ഭാഗവതം നൽകിയത്. ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ലോകത്തിനെന്താ ഭഗവാനിലേക്കൊരു രതി വളരാത്തത് എന്ന് വിഷമിച്ച വേദവ്യാസനോട് നാരദർക്ക് തോന്നിയതും കാരുണ്യാൽ ഇതേ കാരുണ്യമാണ്. അപ്പം പിന്നെ വ്യാസന് നമ്മളെപ്പോലെയുള്ള പ്രാരബ്ധ ജീവികളോട് കാരുണ്യം തോന്നാണ്ടിരിക്കൂ? സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം. ഈ സംസാരക്കുണ്ടിൽ കിടന്നിട്ട് ഇതിനപ്പുറം മറ്റൊരു സുഖമില്ല, ഇതിനപ്പുറം മറ്റൊരു ലോകമില്ല എന്ന ഭാവത്തിൽ കൂപമണ്ഡൂകങ്ങളായിട്ട് കളിക്കുന്ന നമ്മളോട് വേദവ്യാസന് തോന്നിയ ഒരു കാരുണ്യം. ഇതിന് പുറത്ത് ആനന്ദത്തെ എത്രയായാലും മതിവരാതെ അനുഭവിക്കാനുള്ള മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് കാട്ടിത്തരാൻ ഒരു തരത്തിലുള്ള പ്രതിഫലേച്ഛയുമില്ലാതെ വ്യാസൻ ചെയ്തതായ കാരുണ്യം. ഇതൊക്കെയാണ് കാരുണ്യം അല്ലേ? നമ്മളായിരുന്നു വേദവ്യാസൻ്റെ സ്ഥാനത്ത് ഭാഗവതം രചിച്ചതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെയൊക്കെ അഹങ്കാരം? മുമ്പിലൊരു ഫോട്ടോ, പിറകിലൊരു പേര് അല്ലേ? കോപ്പി റൈറ്റ് അവകാശം. പക്ഷെ നമ്മുടെ ഋഷീശ്വരന്മാർ അതൊന്നും വച്ചില്ല. എത്ര വേണമെങ്കിലും കോപ്പി എടുത്തോളൂ, എത്ര വേണമെങ്കിലും നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ. സംസാരിണാം കരുണയാഹ, അതാണ് കാരുണ്യം. ആ ഒരു കാരുണ്യം വേദവ്യാസന് നാരദരിൽ നിന്നും ലഭിച്ചു. അതാണ് നമുക്ക് ഭാഗവതം എന്ന മഹാകാരുണ്യമായിട്ട് വ്യാസനിപ്പോൾ തരുന്നത്. അതാണ് എന്നോ ഭാഗവതത്തെ ഉപാസിച്ച ഭാഗവത ഹംസത്തിൻ്റെ ഈ ഒരു പുണ്യഭൂമിയിൽ ഇന്നും വന്നു ചേരുന്ന ഭവരോഗികൾക്ക് മുഴുവൻ ഈ മള്ളിയൂര് നൽകിക്കൊണ്ടിരിക്കുന്നത് അതേ കാരുണ്യം. എവിടുന്ന് തുടങ്ങിയ കാരുണ്യം? ശ്രീനാരായണനിൽ നിന്ന് ആരംഭിച്ച കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ പ്രവാഹത്തിൽ ഒരു 12 ദിവസം വന്നു ചേരാൻ അനുഭവിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ഈ വേഷവും ഈ വേഷം കെട്ടലും എന്നൊക്കെ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഈ പീഠത്തിലിരുന്ന് പറയാൻ തോന്നുന്നത് ഒരു പക്ഷേ മറ്റൊരു യജ്ഞവേദിയിൽ സാധിക്കാത്ത കാര്യമാണ്. ഇവിടെ സർവവിധത്തിലും വേദവ്യാസൻ പുരാണങ്ങളെ, വേദസാരത്തെ സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കാൻ അല്ലേ? കയ്പുള്ള ചവർപ്പുള്ള മരുന്ന് സ്വതവേ കുട്ടികൾ കഴിക്കാൻ മടിക്കും. ഇതുപോലെ വേദം പ്രഭുസമാനമാണ് എന്നാണ് മഹാത്മാക്കൾ പറയുക. വേദത്തിൻ്റെ സ്വഭാവം ഒരു യജമാനനെ പോലെ, പ്രഭുവിനെ പോലെ ആജ്ഞാപിക്കുക എന്നുള്ളതാണ്. അപ്പം വേദം നമ്മളോട് ചെയ്യുന്നത് ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ്. നമുക്കാണെങ്കിൽ ഈ ലോകത്ത് തീരെ പിടിക്കാത്ത 2 കാര്യം ഈ ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ്. അപ്പോൾ ചവർപ്പുള്ള ആജ്ഞയെയും കയ്പുള്ള ഉപദേശത്തെയും നമുക്ക് തരാൻ വ്യാസൻ എന്തു ചെയ്തു? മധുരമുള്ള കഥകളെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നു. എത്രയായാലും കുട്ടി ഈ മരുന്ന് കഴിക്കാനിടയില്ല എന്ന് കണ്ടാൽ അമ്മ ഒരു സൂത്രം ചെയ്യും. ഒരു കയ്യിൽ കുറച്ച് പഞ്ചസാര എടുക്കും, മറ്റേ കയ്യിൽ മരുന്നെടുക്കും. എന്നിട്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞ് ഈ മരുന്ന് കുട്ടിയുടെ വായയിലേക്ക് ഒഴിക്കും. മരുന്നിൻ്റെ ചവർപ്പ് കുട്ടി അറിയുമ്പോഴേക്കും പഞ്ചസാര കമിഴ്ത്തലും കഴിയും.
ഇതുപോലെ കഥയും അല്പം ഉപദേശവും, കഥയും അല്പം ശാസനയും, കഥയും അല്പം ഉപദേശവും, ഇങ്ങനെ കഥകളുടെ മാധുര്യത്തിൽ നമ്മളെ മയക്കി വേദവ്യാസൻ സർവ്വവിധത്തിലുള്ള ഉപദേശങ്ങളെയും 18 പുരാണങ്ങളിൽ കൂടി പാടിത്തന്നു. പക്ഷെ അവിടെയും നാതിധന്യ, ഒരു ധന്യത വേദവ്യാസനുണ്ടായില്ല. പുരാണത്തിനും കുറേ ന്യൂനതകളൊക്കെ തോന്നി. ഏറ്റവും വലിയ ന്യൂനത ഇത് വയസ്സായ ആൾക്കാരെ കേൾക്കാൻ വരണുള്ളൂ എന്നുള്ളതാണ്. ഒന്നാമത് എഴുതിയത് ഒരു വയസ്സനായിട്ടുള്ള ഞാൻ, ഒരു പഴഞ്ചനായിട്ടുള്ള ഒരാൾ പഴയ കാലത്തെ കഥ അതെഴുതിയാൽ ഇത് കേൾക്കാൻ ഈ പഴയ ആൾക്കാരല്ലാണ്ട് പുതിയ ആൾക്കാരാരെങ്കിലും, ന്യൂ ജനറേഷൻ ആരെങ്കിലും വരുമോ? ഉണ്ടാവില്ല. അപ്പോഴാണ് പുരാണങ്ങൾക്കും ചില ന്യൂനതകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ നേരത്തെ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ കുറേ സംശയാലുക്കൾ ഉണ്ടാവും. രാവിലെ പറ്റുമോ, ഉച്ചയ്ക്ക് ശേഷം പറ്റുമോ, സന്ധ്യയ്ക്ക് വായിച്ചാൽ കുഴപ്പമുണ്ടോ, രാത്രി വായിക്കണതിന് കുഴപ്പമുണ്ടോ, വലത്തെ ഭാഗത്തെ പേജിൽ വായിച്ചിട്ട് കുഴപ്പമുണ്ടോ, ഇടത്തെ ഭാഗത്തിലെ പേജിൽ 3-ാമത്തെ ശ്ലോകത്തിൽ നിർത്തിപ്പോയാൽ വല്ല പ്രശ്നമുണ്ടോ, ഇങ്ങനെയൊക്കെ സംശയമുള്ള ആൾക്കാരുണ്ടോ? എങ്കിൽ ഒരു സംശയവും വേണ്ട. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതിഗോചര ഇതി ഭാരതമാഖ്യാനം. ആർക്കും വായിക്കാം, എപ്പോഴും വായിക്കാം, എവിടൊന്നും വായിക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് വ്യാസൻ ഇറക്കി മഹാഭാരതം. ഭഗവത്ഗീത പഠിക്കട്ടെ, വിഷ്ണു സഹസ്രനാമം ജപിക്കട്ടെ, ഇതുമാത്രമായിരുന്നു വ്യാസൻ്റെ ഉദ്ദേശം. പക്ഷേ മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ മഹാഭാരതം എന്ന് കേട്ടാൽ പണ്ട് ടി വിയിൽ കണ്ട പൊടി പാറുന്ന യുദ്ധമല്ലാണ്ടേ ഭഗവത്ഗീത ഓർമ്മ വരില്ല, സഹസ്രനാമം ഓർമ്മ വരില്ല. അങ്ങനെ 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങളോടെ താൻ ലോകത്തിന് സമർപ്പിച്ചതായ മഹാഭാരതത്തിന് പോലും എന്തോ ഒരു കുറവുണ്ടോ? എന്താ ഇനി കുറവ്? താൻ ഇനി എന്താ ബാക്കിയുള്ളത് എഴുതാൻ? കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയാഹ പരമഹംസാനാം തയേവ ഹി അച്യുതപ്രിയ. ഭാഗവതധർമ്മത്തെ ഞാൻ വേണ്ടതുപോലെ ഇനിയും പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ ലോകം വേണ്ടതുപോലെ ഇത് സ്വീകരിക്കാത്തത്? എന്താ ഭാഗവതധർമ്മത്തിൻ്റെ പ്രത്യേകത? പ്രിയാ പരമഹംസാനാം, പരമഹംസന്മാർക്ക് പ്രിയപ്പെട്ടതാണ് ഭാഗവതധർമ്മം. പരമഹംസന്മാർ അല്ലേ, കാക്കകളുണ്ടല്ലോ, കാക്കകൾ, അവർ നല്ല വെള്ളം കണ്ടാൽ അതിലും ഒന്ന് കുളിക്കും. നല്ല വെള്ളത്തിൽ കുളിച്ച് പോണ വഴിയിൽ റോഡ് സൈഡിൽ ചെളി വെള്ളം കണ്ടാൽ അവരതിലും കുളിക്കും. എന്നാൽ മാനസ സരസിൽ, ലോകത്തിലെ ഏറ്റവും ശുദ്ധജലം നിറഞ്ഞ തടാകമാകുന്ന ആ മാനസ സരസിൽ പാർവതീദേവി പൗർണമി രാവിലെ നീരാട്ടിനിറങ്ങുന്ന പുണ്യസരസിൽ പരമഹംസങ്ങളുണ്ടത്രേ. ആ ഹംസപക്ഷികൾ അവർ ഈ ചെളിവെള്ളത്തിലൊന്നും ഇറങ്ങാൻ പുറപ്പെടില്ല. അവർക്കറിയാം ഈ കുളിച്ച കുളിയൊക്കെ ചെളിവെള്ളത്തിലിറങ്ങിയാൽ ഇല്ലാണ്ടാവുന്ന. അത്തരത്തിൽ പരമഹംസന്മാരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ലൗകികമായ കഥകളെ, ലൗകികമായ വാക്കുകളെ ആശ്രയിക്കില്ല. എന്നു മാത്രമല്ല തയേവഹി അച്യുതപ്രിയ, പരമഹംസന്മാർക്ക് പ്രിയപ്പെട്ടത് എന്താണോ അത് ഭഗവാനും പ്രിയപ്പെട്ടതായിരിക്കും. ഭാഗവതൻ്റെ ഇഷ്ടം എന്താണോ അത് ഭഗവാന്റെ ഇഷ്ടമാണ്. ഭഗവാന്റെ ഇഷ്ടം എന്താണോ അതാണ് ഭാഗവതന്മാരുടെയും ഇഷ്ടം. അതുകൊണ്ട് ഇനി എന്തോ ഒന്ന് ചെയ്യാൻ ബാക്കിയുണ്ട്. ആ എന്തോ ഒന്ന് അത് ചെയ്താൽ തനിക്ക് ധന്യതയുണ്ടാകും എന്നുവരെ വേദവ്യാസന് മനസ്സിലായി. നമ്മളിപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി പദജന ക്ഷുദ്രതൈവ സ്ഫുടേയം
ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ എന്ന് ചൊല്ലാൻ മാത്രമേ നമുക്കിപ്പോഴും ആയിട്ടുള്ളൂ. വിശ്വപീഡാപഹത്യേ, വിശ്വത്തിൻ്റെ മുഴുവൻ പീഡകൾ ഇല്ലാണ്ടാക്കുന്ന ഭഗവാന് ആ വിശ്വത്തിൻ്റെ ഉള്ളിൽപ്പെട്ട എൻ്റെ പീഡ ഇല്ലാണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് ഭഗവാനാണ് എന്ന് പറയാം. എന്നാലൊരു സംശയം, കല്യാണം കഴിച്ചാൽ സുഖം കിട്ടുമോ? ജോലിക്ക് പോയാൽ സുഖം കിട്ടുമോ? വീട് കെട്ടിയാൽ സുഖം കിട്ടുമോ? കുട്ടിയുണ്ടായാൽ സുഖം കിട്ടുമോ? കാറ് വാങ്ങിയാൽ സുഖം കിട്ടുമോ? പരദൂഷണം പറഞ്ഞാൽ സുഖം കിട്ടുമോ? ഭക്ഷണം കഴിച്ചാൽ സുഖം കിട്ടുമോ? കുറച്ച് സമയം ഉറങ്ങിയാൽ സുഖം കിട്ടുമോ? ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വേദവ്യാസനോ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. ഇതിലൊന്നുമല്ല സുഖം എന്നുള്ളത് മനസ്സിലായാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു. ഇതിലൊന്നും ഇല്ല ശാശ്വതമായ ആനന്ദം എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു നമ്മൾ. നമുക്കിപ്പോൾ പറയണ എനിക്കാണെങ്കിലും കേൾക്കണ നിങ്ങൾക്കാണെങ്കിലും ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നങ്ങ് മാറിയാൽ നമുക്ക് സംശയം തുടങ്ങും. ഏതിലാ സുഖം, ഏതിലാ സുഖം എന്ന അന്വേഷണം വീണ്ടും തുടങ്ങും. വ്യാസൻ അതല്ല, ഇനി ഇതിൻ്റെ മധുരമേ അറിയാനുള്ളൂ, ഇനി മധുരം മാത്രമേ കിട്ടാനുള്ളൂ. അല്ലേ? സദ്യക്ക് എന്താ പുളിയിഞ്ചി, അച്ചാറ്, ഓലൻ, കാളൻ, സാമ്പാർ, ഉച്ച സമയത്ത് ഇതും കൂടെ പറഞ്ഞാൽ വിശപ്പ് കൂടുതലുള്ളൂ. ഇങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ വിളമ്പി അല്ലേ? എരിവും പുളിയും കയ്പും ചവർപ്പും ഇങ്ങനെ സകല രസങ്ങളും അനുഭവിച്ച് ആ ഇലയൊക്കെ തുടച്ചിട്ട് കാത്തു നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുകൂടി വന്നാലേ സദ്യ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അതേ അനുഭവിക്കാനുള്ളൂ. എന്ത്? മധുരം. ഈ മധുരത്തിൻ്റെ മധുരം ശരിക്കും അനുഭവിക്കേണ്ടത് എന്തുകൊണ്ടറിയോ? ഈ എരിവും കയ്പൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാഗവതം കുറേ അങ്ങ് കേൾക്കുമ്പോൾ ഭാഗവതത്തിൽ ഒരു രുചി വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പ്രാരബ്ധവും നന്നായി എന്ന്. പ്രാരബ്ധവും നന്നായി എന്ന്. കാരണം പ്രാരബ്ധത്തിൻ്റെ കയ്പും ചവർപ്പും എരിവും പുളിയൊക്കെ അറിഞ്ഞിട്ടാണ് ഭാഗവതത്തിൻ്റെ മധുരം നമ്മളിപ്പോൾ അനുഭവിക്കേണ്ടത്. അപ്പം അത് കുറച്ചാണെങ്കിലും അല്ലേ? ശ്ലോകാർത്ഥം ശ്ലോകപാദം വ, അതല്പമാണെങ്കിലും അതൊന്ന് രുചിച്ചു കഴിഞ്ഞാൽ ഈ പ്രാരബ്ധത്തിൻ്റെ മറ്റു രുചികളൊക്കെ അറിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ അനുഭവം, അതിൻ്റെ മധുരം കിട്ടും. വ്യാസൻ ഇല തുടച്ച് കാത്തിരിക്കുക വിളമ്പിത്തരാൻ. സാക്ഷാൽ ശ്രീനാരദ മഹർഷി വ്യാസൻ്റെ മുൻപിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. സർവവിധത്തിലും അങ്ങ് ഇനി ബാക്കിയുള്ളത് ഭാഗവത ധർമ്മമാണ്. അതുകൊണ്ട് ഭാഗവത എഴുതിയെന്ന് വിചാരിച്ച് അനിന്ദ്ര ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാപിഹി. ഭാഗവത എഴുതിയത് വിചാരിച്ച് ഓ ഇത് മതി, ഇനി ബാക്കിയൊക്കെ ഇനി ആവശ്യമില്ല എന്നല്ല. ബാക്കിയുള്ളതിൻ്റെ രുചിയൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് അല്ലേ? ഒരാൾ ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു കരിങ്കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക എടുത്തിട്ട് അടിച്ചു. 49 അടി കൊടുത്തു. 50ാമത്തെ അടിയിൽ ഇത് പൊട്ടി. ഇയാൾ പറയോ വെറുതെ 49 അടി അടിച്ചു, 50ാമത്തെ അടി മതിയായിരുന്നു പറയോ? ഇല്ല. ഈ 49 അടിയും വേസ്റ്റല്ല. ഈ 49 അടിയുടെ ശക്തി കൂടി ഉള്ളത് കൊണ്ട് അതിൻ്റെ കൂടി ഫലമാണ് 50ാമത്തെ അടിയിൽ ഇത് പൊട്ടിയത്. അതുകൊണ്ട് വ്യാസ അങ്ങയുടെ ഇതുവരെ എഴുതിയ പുരാണങ്ങളോ ഇതുവരെ എഴുതിയ ഉപനിഷത്തുകളോ മഹാഭാരതമോ ഒന്നും വേണ്ടാത്തതല്ല. അതൊക്കെ വേണ്ടുന്നത് തന്നെ. അതിലൊക്കെ വേണ്ടുന്നതുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങയ്ക്കിതാ ഭാഗവതം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ മധുരം നുകരാൻ അങ്ങ് പാകമായിരിക്കുന്നത് ഈ മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ നിർത്തിയത് കൊണ്ടാണ്.
അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞ് പൂർവജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്ന കാലത്ത് തനിക്ക് കിട്ടിയതായ ഭാഗവത പ്രസാദ്, ദാസീപുത്രനായിരുന്ന കാലത്ത് അമ്മയെ സഹായിക്കാൻ പോയ ആ ഒരു തറവാട്ടുകെട്ടിലേക്ക് ചാതുർമാസ്യ വ്രതമനുഷ്ഠിക്കാൻ വന്ന സജ്ജനങ്ങളായ ഭാഗവതോത്തമന്മാരെ അല്പകാലം സേവിക്കാനും അനുഗ്രഹേണാശൃണവം മനോഹര, 5 വയസ്സുകാരനായ എൻ്റെ മനസ്സിനെ ഹരിക്കുന്ന തരത്തിലുള്ള ഭഗവാന്റെ മധുരമായ കഥകളെ ആ ഭാഗവതന്മാർ പാടുമ്പോൾ ശ്രദ്ധയോടെ ആ ഋഷീശ്വരന്മാരനുഭവിക്കുന്ന ആനന്ദം ഇത് ഈ ഭഗവാന്റെ കഥകളിൽ നിന്നാണോ എന്നുള്ള ഭാവത്തിൽ അത് കേട്ടപ്പോൾ അതേ ആനന്ദം എനിക്കും ആ ഋഷീശ്വരന്മാർ ഭഗവത് കഥകളിൽ കൂടി പകർന്നു തന്നപ്പോൾ ഈ ആനന്ദം ലഭിക്കാൻ ഇനിയൊരു തടസ്സവും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന വിധത്തിൽ ഈ ആനന്ദത്തിലേക്ക് എത്താൻ ഇനി ലോകത്തിലുള്ള ഒരു ദുഃഖവും എനിക്ക് തടസ്സമാവില്ല എന്ന വിധത്തിൽ സ്വന്തം അമ്മയുടെ മരണം പോലും ഭഗവാന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് വനത്തിൽ ചെന്ന് കണ്ണടച്ചിരുന്ന എനിക്ക് അന്ന് കാണിച്ചു തന്നതായ ആനന്ദരൂപം, അന്ന് അനുഭവിക്കാൻ സാധിച്ചതായ പരമാനന്ദം ഈ നിമിഷം വരെ മറ്റെവിടെ നിന്നും ഈ ലോകത്തിൽ ഒരാൾക്കും എനിക്കത് തരാൻ സാധിച്ചിട്ടില്ല എന്ന വിധത്തിൽ ആനന്ദ സംപ്ലവേലീനോ നാപശ്യമുഭയം മുനെ, മറ്റൊന്നും ചിന്തിക്കാതെ ആ ആനന്ദ തിരമാലയിൽ ഞാൻ ആറാടുമ്പോൾ ഒരു നിമിഷം ഭഗവാൻ എന്നെ ഒന്ന് കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. ഒന്ന് കണ്ട് തീരുമ്പോഴേക്കും ഇനി മറ്റൊന്നും വേണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും തത്രൈവ അന്തരധീയത, ആ ദർശനം അവിടെ അവസാനിച്ചു. പിന്നെ ഇനി അതില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അടുത്ത ജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് നാരദ മഹർഷിയായിട്ട് ജന്മം, ദേവന്മാർ നൽകിയ മഹതി എന്ന വീണയിൽ ശ്രുതി മീട്ടിക്കൊണ്ട് ഈ ലോകത്തിൽ ഭഗവാന്റെ തിരുനാമം കീർത്തിച്ചുകൊണ്ട് ഹരികഥ പാടിക്കൊണ്ട് സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഇതൊക്കെ എനിക്ക് ലഭിച്ചു. ഇന്ന് എൻ്റെ അവസ്ഥ ഭഗവാനെ കാണാൻ അങ്ങോട്ട് പോലല്ല, ഭഗവാൻ ഏത് വിധത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ ആഹൂത ഇവമേ ശീഘ്രം ദർശനം യാതി ചേതസി, എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ദർശനം നൽകുന്നു വേദവ്യാസ. ഇതിനൊക്കെ കാരണം എന്താ അറിയോ? അന്ന് കേട്ട ഭഗവാന്റെ കഥകളാണ്, അന്ന് അനുഭവിച്ച ആ ഭഗവത് കഥകളുടെ മാഹാത്മ്യമാണ്, മാധുര്യമാണ്. അതുകൊണ്ട് ആ മാധുര്യം ഈ ലോകത്തിൽ സംസാരികളായി പെട്ടുപോയ സകല ജീവജാലങ്ങൾക്കും ഭവരോഗത്തിന് ഭവൌഷധമായിട്ടങ്ങ് വിതരണം ചെയ്യണം ഭാഗവതം എന്ന രൂപത്തിൽ. അവിടെ ആ നാരദരുടെ ഉപദേശത്താൽ വ്യാസമഹർഷി പാണ്ഡവ ഭക്തിയെ പാടിക്കൊണ്ട് ഭാഗവതം ആരംഭിക്കുമ്പോൾ അവിടെ പാണ്ഡവ മാതാവായ കുന്തിദേവി ശ്രീകൃഷ്ണപാദത്തിലേക്ക് സദാസമയവും ഒരു തള്ളപ്പക്ഷി തൻ്റെ ചിറകുകൊണ്ട് കുഞ്ഞുങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഭാവത്തിൽ തൻ്റെ കാരുണ്യ ചിറക് വിടർത്തി പാണ്ഡവന്മാരെ, പാണ്ഡവകുലത്തെ രക്ഷിച്ച കൃഷ്ണനെ നമസ്കരിച്ച് സ്തുതിക്കുന്ന രംഗങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. അതിൽ അതിശ്രേഷ്ഠമായ ഭീഷ്മസ്തുതി, ആ ഭീഷ്മസ്തുതിയെക്കുറിച്ചാണ് അടുത്ത പ്രഭാഷണം യജ്ഞവേദിയിൽ ആരംഭിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.